എന്തായിരുന്നു മോനെ മനസ്സിലായില്ലേ? ഇല്ല. നടക്കാട്ട് വത്സൻ നമ്മുടെ ഇപ്രാവശ്യത്തെ സ്ഥാനാർത്ഥിയാണ്. നല്ലൊരു ഫോട്ടോ എടുക്കണം, ഫ്ലെക്സിലൊക്കെ വെക്കാനുള്ളതാണ്. നല്ല ചിരിച്ചു നിൽക്കണം, സന്തോഷമുള്ള ഒരു ഫോട്ടോ വേഗം എടുത്തു തന്നോട്ടാ. ഫ്ലെക്സ് അടിക്കാൻ വേണ്ടിട്ടാണ്. ഓക്കെ, അത് നമുക്ക് എടുക്കാം. ചിരിപ്പിക്കാനുള്ള മാർഗമൊക്കെ നമുക്ക് ഉണ്ടല്ലോ. കേറി വാ. വത്സൻ ഒന്ന് നിന്ന് തന്നാ മതി, ഞങ്ങള് ജയിപ്പിച്ചു തന്നേക്കാം. നമുക്കിനി രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം ഇത് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? എന്റെ ചേട്ടാ ഒന്ന് നേരെ മാത്രമേ ഉള്ളൂ. ചേട്ടനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഈ മീശയിലൊക്കെ ഞങ്ങൾ താജ്മഹൽ പണിയും. ഒരു ഫോട്ടോ എടുത്താൽ പോലെ ഞങ്ങൾ ഇത്ര ആൾക്കാർ കൂടിയില്ലേ? കേറി വാ വാ വാ. ഇത് എല്ലാരും കൂടെ എവിടെ പോണത്? ചേട്ടാ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ എടുക്കട്ടെ. ബാക്കിയുള്ളവർ അങ്ങോട്ട് മാറി. അല്ല ചേട്ടൻ അവിടെ പോകും. ചേട്ടന്റെ ഫോട്ടോ എടുക്കാനല്ല, ചേട്ടനോട് പോയിരിക്കും. പോയിരുന്നേ. ഈ അകന്തൊരു താല്പര്യം. ചേട്ടാ ഒന്ന് ചിരിക്കേ. എന്റെ പൊന്നു ചേട്ടാ ഒന്ന് ചിരിക്കേട്ടാ. ചേട്ടാ കുറച്ച് നേരെ ഇരുന്നേ. നേരെ ഇരിക്കും. ഇത് എല്ലാരും ഇറങ്ങിക്കുന്നേ. ഫോട്ടോ എടുക്കട്ടെ. സ്ഥാനാർത്ഥികൾ ചിരിക്കണ്ടില്ലേ? എല്ലാ പല്ലും കാണിച്ച് ചിരിക്കേടാ. ചിരിക്കൂ. നോക്ക് തലൊന്ന് ഏതൊന്ന് ഒന്ന് ഇങ്ങോട്ട് മാറി. എടാ മോനെ, നീയല്ലേ പറഞ്ഞ ചിരിപ്പിച്ചെടുക്കാന്ന്. ഇപ്പൊ സമയം എത്രയായി? ദേ അവിടെ ഫ്ലെക്സ് അടിക്കാനുള്ളതാണ്. ഈ ഫോട്ടോ കൊണ്ട് കൊടുത്തിട്ടാണോ ഫ്ലെക്സ് അടിക്കാനായിട്ട്? അങ്ങനെ ഒരു കാര്യം ചെയ്യാം. ചിരിപ്പിക്കാനുള്ള സാധനം ഉണ്ട് എന്റെ. എന്നാ എടുക്ക്, എന്ത് കുന്ത്രാണ്ടെങ്കിലും എടുക്ക്. അതിനൊരു കുറവും കൂടെ ഉള്ളൂ. ഇതിനെ പിടിച്ചാൽ മാറ്റിയാൽ കൊണ്ട് ബാക്കി എല്ലായിടത്തും ആയല്ല. അതെ, ഞങ്ങള് അവനെ ചിരിപ്പിച്ചു തരാം. അപ്പൊ റെഡി ആയിരുന്നോ? എപ്പോഴാണ് ചിരിക്കണേന്നുണ്ടെങ്കിൽ അപ്പൊ ക്ലിക്ക് ചെയ്തോണം. അപ്പൊ എടുത്തോ. ഓക്കെ, എന്റെ പൊന്നു ചേട്ടാ ഇങ്ങോട്ട് നോക്കി. നിങ്ങളുടെ ഒറ്റ ചീറ്റിൽ എല്ലാ കാര്യങ്ങളും കിടക്കുന്നത്. ഞങ്ങൾ എല്ലാവരും അതുകൊണ്ട് രക്ഷപ്പെടും. തൊഴുത്തു പോലൊരു വീട്ടിലല്ലേ നിങ്ങൾ കിടക്കുന്നത്? ആ ചേച്ചിക്കൊരു ജോലി, കുട്ടികളെ വിദേശത്തൊക്കെ വിട്ട് പഠിപ്പിക്കാം, സുഖ സൗകര്യങ്ങൾ. എന്തായി ഭായി ചിരിച്ചാ? എന്റെ പൊന്നു വത്സൻ ഇങ്ങനെ ഈ മസിൽ പിടിച്ചിരിക്കല്ലേ? ഒന്ന് റിലാക്സ് ആയിട്ടൊന്ന് ചിരിച്ചിരുന്നേ. ഇതേ ഇപ്പൊ ഒന്ന് ജയിച്ചു കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, ആദ്യം മെമ്പർ, പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് MLA മന്ത്രിയായിട്ട് കാറിൽ 4 ആളുടെ മുമ്പിൽ വന്നിറങ്ങണ സീനൊന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു അഭിമാനാണെന്നറിയോ? ദേ അത് പറയുമ്പോ തന്നെ രോമം എഴുന്നേറ്റിക്കണണ്ട. പിന്നെ നിവേദനമായ ആൾക്കാർ മുന്നിലേക്ക് വരുന്നു. പിന്നെ ജനങ്ങളുടെ മുമ്പിൽ എന്താ ഒരു ഗമ! ഒരു രാജാവിനെ പോലെ ജീവിക്കേണ്ട വത്സ. ലക്ഷം പിന്നാലെ ലക്ഷം പിന്നാലെ